ലോർഡ്. കർത്താവിന്റെ അത് പരിശുദ്ധമായ നാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. അതിനുവേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് തയ്യാറാകുന്നു. എന്താണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാമത്തെ വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അതേ പ്രിയമുള്ളവർ, വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ ഗൗരവകരമേറിയായിട്ടുള്ള ഒരു അനുഗ്രഹീതമായ ഒരു വചനമാണ് നാം ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ, കർത്താവിന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്നവൻ, ഇല്ലെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവനെ കുറിച്ച് വളരെ വ്യക്തമായി വചനം പറയുന്നു. അവൻ എന്നെ അനുഗമിക്കുന്നവനായിരിക്കണം, അതായത് ദൈവത്തെ അനുഗമിക്കുന്നവനായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്. അനുഗമിക്കാൻ, ഡൈവേർട്ട് ആക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആസ്വാദനകരമായിട്ടുള്ള ഒരുപാട് കാര്യത്തിന്റെ ഒക്കെ നടുവിലാണ് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പലതിനകത്തേക്കും ഡൈവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് ഏരിയകൾ നമ്മുടെയൊക്കെ മുൻപിലുണ്ട്. എന്നാൽ വചനം ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, എന്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യുന്നവൻ, ഇല്ലെങ്കിൽ എന്റെ കാര്യാദികൾ നോക്കുന്നവൻ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവനെ കുറിച്ച് കർത്താവ് പറയുകയാണ്, അവൻ എന്നെ അനുഗമിക്കുന്നവനായി തീരണം. ദൈവത്തെ അനുഗമിക്കുന്നവൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും പരാജിതനായി പോകത്തില്ല എന്ന് വളരെ വ്യക്തമായി വചനം പറയുകയാണ്. എന്നെ അനുഗമിക്കണം. അതായത് ദൈവത്തെ അനുഗമിക്കുമ്പോൾ നമുക്ക് പരാജയം ഉണ്ടാകത്തില്ല. പരിഭവങ്ങളില്ലാത്ത നല്ല ആശ്വാസത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവനായിരിക്കണം, ദൈവത്തെ അനുഗമിക്കുന്നവനായിരിക്കണം. ദൈവത്തെ അനുഗമിക്കുന്നവന് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തെ അനുഗമിക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവിക ശുശ്രൂഷകൾ ചെയ്യും. ദൈവം എന്ത് കൽപ്പിക്കുന്നു അത് ചെയ്യുവാനായിട്ട് തയ്യാറാകും. മാത്രം അവന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം പോലെ ആയിരിക്കും. അവൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ചിന്തനങ്ങളായിരിക്കും, ആലോചനകളായിരിക്കും. അതുകൊണ്ട് വചനം വളരെ വ്യക്തമായി പറയുന്നു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് അതിനുശേഷം പറയുകയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എന്റെ ശുശ്രൂഷക്കാരനുണ്ടായിരിക്കും. എന്റെ കാര്യങ്ങൾ എന്താണോ, ഇല്ലെങ്കിൽ എന്റെ ഹിതം എന്താണോ, എന്റെ ആഗ്രഹങ്ങൾ എന്താണോ, എന്റെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനകത്ത് ആ വ്യക്തി കാണും. ആ വ്യക്തിയെ പിതാവ് ഇരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ദൈവം ഏത് പൊസിഷനകത്ത് കയറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നു അതേ പദവികൾക്ക് അതേ ശക്തിയോടെ അതേ ബലത്തോടെ ദൈവം നമ്മെ നിർത്തുമാറാക്കുമെന്ന് വചനം വളരെ വ്യക്തതയോടെ പറയുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. അതായത് യേശു കർത്താവ് ഏത് തലത്തിൽ നിന്നുവോ അതുപോലെ തന്നെ എന്റെ ശുശ്രൂഷക്കാരൻ നിൽക്കും. എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവൻ നിൽക്കും. എന്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നവൻ ആ തലത്തിൽ നിൽക്കുമാറാക്കുമെന്ന് വളരെ വ്യക്തമായി വചനം നമ്മളോട് സംസാരിക്കുകയാണ്. മാത്രമല്ല അതിനുശേഷം പറയുന്നു, എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. എനിക്ക് വേണ്ടി ശുശ്രൂഷ ആണോ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ ശുശ്രൂഷ ഏറ്റെടുത്താണോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതാണോ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്റെ നിയോഗങ്ങളാണോ നിങ്ങൾ അനുസരിക്കുന്നത്? തീർച്ചയായിട്ടും വചനം വളരെ വ്യക്തതയോട് പറയുന്നു. എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കും. മാത്രമല്ല എന്നിട്ട് പറയുകയാണ്, എന്റെ പിതാവ് നിങ്ങളെ മാനിക്കും. അതെ, ദൈവത്തിന്റെ മാന്യത, പിതാവായ ദൈവത്തിന്റെ മാന്യത നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കർത്താവ്, നമ്മുടെ ശുശ്രൂഷകൾക്കകത്ത് നാം ചെയ്യുന്നതിനകത്തേക്ക് കർത്താവിന് വെളിപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് വിചാരിക്കുക, ദൈവവേല ചെയ്യുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ നിയോഗങ്ങൾക്കകത്തേക്ക് നടക്കുന്നവനെ സ്വർഗം തീർച്ചയായിട്ടും മാനിച്ചിരിക്കും. മാത്രമല്ല അവനെ നശിപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിരാശ ഉണ്ടാകത്തില്ലതാ ഇല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് ശുശ്രൂഷ ചെയ്ത് വിജയിച്ച് ആത്മമണ്ഡലത്തിൽ കരുത്തുള്ളവനായി അധികാരമുള്ളവനായി ദൈവം നിർത്താൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല പിതാവായി ദൈവം അവനെ മാനിക്കുന്ന ഒരു സംവത്സരം, ഒരു സമയം അവന്റെ മുൻപിലുണ്ട് എന്ന് വളരെ വ്യക്തമായി വചനം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നിന്റെ പകലിൽ നാം അനുസരിക്കുന്ന ദൈവത്തെ ആണെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകളെ ആണെങ്കിൽ, ദൈവത്തിന്റെ നിയോഗങ്ങളെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഭാരപ്പെടേണ്ട ഒരു വലിയ ജയം നമുക്കുണ്ട്. മാത്രമല്ല ദൈവത്തിന്റെ മാന്യത നമുക്കുണ്ടാകും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. അത് വരും. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.